സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ കമ്പനീൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൻട്രി ഇടുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഇതിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഓഫീസ് ചെയർ അങ്ങനത്തെ ഒക്കെ അസറ്റ്സും കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക അണ്ടർ കറണ്ട് അസറ്റ്, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുക. അതല്ല ഇപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹോൾസെയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിവിഷനിലേക്ക് നമ്മളിപ്പോൾ സാമ്പിൾ ആയിട്ട് മേ ബി ഒരു വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാക്കറ്റ് സാമ്പിൾ പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. സോ ഞാനിപ്പോൾ ഇവിടെ ഓഫീസ് യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ശേഷം ഇതൊന്ന് ആഡ് ചെയ്യുക. ഇനി നമ്മൾ ട്രാൻസാക്ഷൻസിൽ വരിക. ട്രാൻസാക്ഷൻസിൽ നമ്മൾ ബ്രാഞ്ച് ട്രാൻസ്ഫർ ആൻഡ് റെസീപ്റ്റിൽ പോയതിനു ശേഷം എക്സ്റ്റേണൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യുക. ഇതിൽ നമ്മൾ ന്യൂ സ്റ്റോക്ക് ട്രാൻസ്ഫറിൽ പോവാം. ഇനി ട്രാൻസ്ഫറിങ് ടു എന്നുള്ളതിൽ നമ്മൾ ലെഡ്ജർ വരുന്ന സമയത്ത് ഓഫീസ് യൂസിന് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലെഡ്ജർ എടുക്കുക. അതിനുശേഷം ഐറ്റം എന്താണോ, ഞാനിപ്പോൾ ജസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതൊന്ന് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ഏത് യൂണിറ്റിലാണ് നമ്മൾ സാധനം എടുത്തിട്ടുള്ളത് അതും എടുക്കുക. അതിനുശേഷം ഇതൊന്ന് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ഈ ഒരു കേസ് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് അത് കുറയുകയും ചെയ്യും, പക്ഷെ അതൊരു സെയിൽ എൻട്രി ആയിട്ടായിരിക്കില്ല വരിക. സോ ഇത്രയാണ് നമുക്ക് കമ്പനി യൂസിൻ്റെ പ്രൊഡക്റ്റ് മാർക്കിംഗ് വരുമ്പോൾ പറയാനുള്ളത്.